ഇപ്പോൾ രാത്രിയിൽ നമ്മൾ മറ്റേ മൊബൈലിൽ കുറേ നേരം ഇതൊക്കെ നോക്കിയിരിക്കുന്നു, റീൽസൊക്കെ കണ്ടിരിക്കുന്നു. ഈ ബ്ലൂറേ കണ്ണിലേക്ക് അടിക്കുന്നത് ഭയങ്കര പെയിൻഫുള്ളാണ്. നമ്മുടെ ഉള്ളിൽ ഒരു എന്താണ് ഭയങ്കര ഇൻസെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഭയങ്കര ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ബ്ലൂറേക്ക് പറ്റും. ഭയങ്കര ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവാനായിട്ട്. ഇങ്ങനെ പറയും, ഇപ്പോൾ ഒരു വന്യമൃഗത്തിൻ്റെ മുൻപിൽ അകപ്പെട്ട ഒരു മാൻകുട്ടി, അതിൻ്റെ ഒരു ഭയപ്രകാരമായിരിക്കും. ഇതാണ് ഈ ബ്ലൂറേ നമ്മുടെ കണ്ണിലടിക്കുമ്പോൾ ഉണ്ടാവുന്നത് എന്ന് പറയും. അത് നമ്മളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മളിത് നോക്കിയിരിക്കുമ്പോൾ. പക്ഷേ ആ പെയിനിൽ നമുക്കൊരു പ്ലഷറാണുള്ളത്. നമുക്ക് ഒന്നുമില്ല, ചപ്പ് ഇത് എടുക്കണ്ടേ, മൊബൈൽ എടുക്കണം, ആ ലൈറ്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് സമാധാനമായി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം ഇതൊക്കെ നമ്മൾ ശീലിച്ചു. പെയിനിൽ നിന്നും ഒരു പ്ലഷർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശീലിക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ നമ്മൾ പതുക്കെ 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 പിടിക്കണം. കാരണം ഇതെല്ലാം ഒരുപാട് എനർജി നമ്മൾ അറിയാതെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്നുണ്ട്. ആ നഷ്ടപ്പെടുത്തൽ തടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ശരീരത്തിന് സ്വയം ഹീൽ ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്തേണ്ട എനർജിയാണിത് മുഴുവൻ. നമ്മുടെ ബ്രെയിൻ ഇത്രയധികം വർക്ക് ചെയ്യുമ്പോൾ ഇത്രയധികം എനർജി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഒരുപാട് ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണിച്ചില്ലേ, ഭയങ്കര ക്ഷീണമല്ല. ഒരുപാട് ദേഷ്യപ്പെട്ടു, ഷൗട്ട് ചെയ്തൊക്കെ കഴിഞ്ഞാൽ തളർച്ചയാണ്, തലവേദനയാണ്. പിന്നെ ഒരുപാട് കരഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞ് പിന്നെ അവിടെ തളർന്നുറങ്ങുകയാണ് ചെയ്യുന്നത്. ഈവൺ ഒരുപാട് ചിരിച്ചു കഴിഞ്ഞാൽ പോലും ചിരിച്ച് പോലും നമ്മൾ എന്നിട്ട് ക്ഷീണമാണ്. എന്തിൻ്റെയും അറ്റത്തിൽ ഒരു എക്സ്ട്രീം ഇമോഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ഒരുപാട് എനർജി ചിലവഴിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സ്ട്രെസ്സൊക്കെയാണ് പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നതെങ്കിലോ നമ്മളറിയാതെ എന്തോരം എനർജി ലീക്കാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എനർജി ലീക്കേജ് സെൽഫായിട്ട് ബോഡിക്ക് ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയെ കുറയ്ക്കും. ഇല്ലാതെയാക്കുന്നു എന്നല്ല, പക്ഷെ സ്ലോ ആവും. അപ്പോൾ എനർജി ഏതൊക്കെ വിധേനയാണോ ലീക്കായിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ സെൽഫായിട്ട് ഇതുപോലെ പെട്ടെന്ന് ദുഃഖിക്കുന്ന ഒരു പ്രകൃതക്കാരിയായി ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ അന്വേഷിക്കണം എന്തുകൊണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട്, അതിൽ നിന്നും മാറണമല്ലോ. അല്ലാതെ ഞാൻ ഈ പ്രകൃതമാണ് എന്ന് പറഞ്ഞ് അതിൽ ഉറച്ച് പെട്ടുപോകാതെ, ഇങ്ങനെ ഒരു പ്രകൃതമാണെങ്കിൽ ഞാൻ ഇത് മാറേണ്ടതുണ്ടല്ലോ. എല്ലാവരിലും പെട്ടെന്ന് നിരാശ വരുന്നൊരു പ്രകൃതമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാ മനുഷ്യർക്കും അങ്ങനെയല്ലല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് അറിയണ്ടേ. അങ്ങനെ ഒരു പ്രത്യേക ശീലമായിട്ടൊന്നും ഒരാളും ജനിച്ചു വരുന്നൊന്നുമില്ല. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഓരോ പ്രകൃതമൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ആ പ്രകൃതങ്ങൾ റിവേഴ്സിബിളാണ്. ഏത് തരത്തിലും വളരെ പോസിറ്റീവായിട്ടുള്ള പ്രകൃതത്തിലാണ് നമ്മളുള്ളതെങ്കിൽ അത് റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല, അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷെ നമുക്ക് തോന്നുന്നു ഇത് ഇങ്ങനെയല്ലല്ലോ വേണ്ടത്, ബാക്കിയുള്ളവരൊക്കെ എന്ത് സമാധാനമായിട്ട് ഇരിക്കുന്നത്, ഞാൻ എന്താ ഇത്രയും ഇതാവുന്നത്, ഇത്രയും വിഷമിക്കുന്നത് എന്തിനാ, ഇത്രയും ഉൾവലിഞ്ഞു പോകുന്നത് എന്തിനാ, ഇത്രയും നിരാശയിൽ പോകുന്നത് എന്തിനാ എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ ചിന്തിക്കണം എന്തൊക്കെ കാരണം കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടായിരിക്കുക എന്നുള്ളത് കണ്ടെത്തി അത് സോൾവ് ചെയ്യണം. അത് സോൾവ് ചെയ്യലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രകൃതങ്ങൾ എന്ന് പറയുന്ന ഒന്നിൽ പെട്ടു പോകാതിരിക്കുക. ഈ പ്രശ്നങ്ങളെ സോൾവ് ചെയ്ത് എനർജി ഒരു തരത്തിലും ആവശ്യമില്ലാതെ ഉപയോഗപ്പെടുത്തി കളയുന്നില്ല എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് എല്ലാവർക്കും പറ്റേണ്ടതുണ്ട്. എങ്കിൽ ഈ പറയുന്ന സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്നത് ചെറുപ്പം കുട്ടിക്കാലത്ത് നമ്മൾ ചെറുതായിരുന്ന സമയത്ത് എത്ര രസകരമായിട്ടാണോ എന്തൊരു അസുഖം വന്നു കഴിഞ്ഞാലും ശരീരം അത് പരിഹരിച്ചിരുന്നത്, അത്രയും വേഗതയിൽ നമ്മുടെ ശരീരവും നമ്മൾ ഹീൽ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ സെൽഫ് ഹീലിങ്ങിനെ അതിൻ്റെ ഏറ്റവും മാക്സിമം സൗന്ദര്യത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സകല തരത്തിലും ആവശ്യമില്ലാതെ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്ന എനർജി കൺസ്യൂം ചെയ്യുന്ന ടാബുകളെയൊക്കെ കണ്ടെത്തി ഇല്ലാതെയാക്കുക. അതോടൊപ്പം സ്വയം പെയിൻ എടുക്കാനുള്ള, അല്ലെങ്കിൽ ആ പെയിനിൽ നിന്നും ഒരു പ്ലഷർ കൊണ്ടുവരാനുള്ള നമ്മുടെ ശീലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്തി ആ ശീലങ്ങളിൽ നിന്നും പുറത്തു കടക്കാനുള്ള ഒരു തീരുമാനം എടുക്കുക.